ട്രൈബൽ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് മതമൊന്നുമില്ല. നിങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്ത് നോക്കിയാൽ അവർക്ക് സൂര്യനും ചന്ദ്രനും അത് ഇതൊക്കെയാണ്. അപ്പം അവരെ പൂർണ്ണമായിട്ട് അകറ്റി നിർത്തിയേക്കുകയാണ്. അപ്പം അവർക്ക് എഡ്യൂക്കേഷനും മറ്റുള്ള സംഭവങ്ങളും ഹെൽത്തും ഒരു കമ്മ്യൂണിറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പം അവിടെ പ്രശ്നം തുടങ്ങി. ഇതാണ് അതിൻ്റെ കാര്യം. ഉറപ്പായിട്ട് ഇഷ്ടംപോലെ മലയാളികളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് മിഷണറി ആയിട്ട്. ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനും ഈ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനും ഹെൽത്തും. പല പെൺകുട്ടികൾക്ക്, നിങ്ങൾക്കറിയാം 2ഓളം പെൺകുട്ടികൾ അന്ന് കാത്തലിക് സിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇതേപോലെയുള്ള പല ഭാഗത്തു നിന്നുള്ളവരാണ്. അപ്പം ഞാൻ ഈ നേരത്തെ പോയ സ്ഥലമായി കങ്കർ എന്നൊക്കെ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ബസ്തറിൻ്റെ റീജിയൻ സമാധാനമായിട്ട് ജീവിക്കുന്നവരെ പണ്ട് നക്സലൈറ്റ് ആരും ഒത്തിരി പേരുണ്ട്. അത് ഇപ്പോഴും മാറിയിട്ടില്ല നക്സൽ. അത് ഇപ്പോഴും അവിടെ വളരെ സ്റ്റിൽ എക്സിസ്റ്റ് ആണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറി വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം തിരിച്ചു വരുന്നവർക്ക് ഇതേ രീതിയിലുള്ള പൊല്ലാപ്പും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു അൺസർട്ടനിറ്റി ആയിട്ട് ഇന്ത്യയിലെ ട്രൈബൽ ഗ്രാമങ്ങൾ മാറുന്നു. ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടായത്? ചില വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അതായത് ഈ തിരിച്ചടിക്കാൻ വരുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ഇവരും തിരിച്ചടിക്കുന്നു. അവരും 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ പ്രശ്നം. ഇതിനെവിടാണ് ഒരു അറുതി ഉണ്ടാവുന്നത്? അപ്പം ഇവരെ തിരിച്ച് റീകൺവേർട്ട് ചെയ്യാമെന്നു അത് ഫെയിലിയറായി. അതായത് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് അവരോട് വിശ്വസിക്കുന്നു. നിങ്ങൾ അവരെ ആ ഡെഡ് ബോഡി അടക്കത്തില്ല എന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ കൊണ്ടടക്കി. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാൾ വിശ്വസിച്ച് പോകട്ടെ. അതിനിപ്പോൾ ആർക്കാണ് പ്രശ്നം? പ്രശ്നമുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം രൂക്ഷമാകുന്നത്. നേരത്തെ പല സ്ഥലമൊന്നും ഇല്ലാത്ത പല ആൾക്കാരും, അതായത് ക്രിസ്ത്യൻ ബിലീവേഴ്സ് അവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡെഡ് ബോഡി അതേപോലെ ഇട്ട് പൊതു ശ്മശാനത്തിൽ അടക്കാൻ പറ്റത്തില്ല, വലിയ പ്രശ്നമുണ്ടായി. അപ്പോഴൊക്കെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഏർപ്പെട്ട് അയാൾ അവരെ അറിയുന്ന അവരുടെ സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ ബിലീവേഴ്സ് അവരുടെ സ്ഥലങ്ങളിൽ കൊടുത്തു അടക്കാൻ. അതോടെ ആ പ്രശ്നം അങ്ങ് പോയി. ഇപ്പം ഒരാൾ മരിക്കുന്നു, അയാളെ ആ രീതിയിൽ അടക്കരുത്, അയാളെ തിരിച്ച് ഇങ്ങോട്ട് അടക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതായത് എല്ലാത്തിനകത്തും രാഷ്ട്രീയവും വർഗീയതയും പ്രശ്നവും ഈ രീതിയിൽ ഇന്ത്യ പോകുന്നത് ശരിയല്ല. അതായത് വീണ്ടും ഈ ഛത്തീസ്ഗഡിലെ കങ്കറിലെ ഇഷ്യൂ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയി മാറുന്നു. വില്ലേജുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. അതായത് മറ്റൊരു സ്റ്റേജിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു. ഈ പറയുന്ന ഭീം ആർമി അവിടെ എമേർജ് ചെയ്യുന്നു. അതായത് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. കാരണം ചെറുത്തുനിൽപ്പ് ഡിഫെൻസീവായിട്ട് മാറുന്നു. അതായത് ഇന്ത്യൻ ഗ്രാമങ്ങളും ഈ പറയുന്ന ആദിവാസി മേഖലകളും ദളിത് മേഖലകളും അൺസർട്ടനിറ്റി ഉണ്ടാകും. ഇത് ഞാൻ നേരത്തെ പ്രഡിക്റ്റ് ചെയ്തു. പഴയ പോലെ ആയിരിക്കത്തില്ല. ഇനി അവർ തിരിച്ചടിക്കും. കാരണം അവന് എഡ്യൂക്കേഷൻ, അവന് ഐഡൻറ്റിറ്റി ഒക്കെ കിട്ടാൻ തുടങ്ങി.